ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ വരുന്നൊരു ചെറിയ ആമസോൺ ഫാഷൻ ഹോളാണ്. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുതൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കൊക്കെ താഴെ കൊടുത്തിട്ട് സെലക്ട് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ഫസ്റ്റ് വരുന്നത് ഈ ഒരു കുർത്ത സെറ്റാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മുന്നേ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട്. നേവി ബ്ലൂ കളറ് അടിപൊളിയായിട്ടുള്ള കുർത്ത സെറ്റാട്ടോ. സൂപ്പർ കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ. ലിബാസിൻ്റെ കുർത്ത സെറ്റാണ്. സ്ലീവ്ലെസ് ആണ്. പിന്നെ എക്സ്ട്രാ സ്ലീവ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇതാട്ടോ എക്സ്ട്രാ വെക്കാനുള്ള സ്ലീവ്സ്. ഇപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. കുർത്ത ആൻഡ് പലാസോ കേട്ടോ. സ്ട്രെയിറ്റ് കുർത്തയാണ്. ഞാനിവിടെ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ഇവിടെ കുറച്ച് ബീഡ് വർക്ക്സ് ഉണ്ട്. ഞാൻ മേടിച്ചത് 1 സൈസ് അപ്പാട്ടോ, ലാർജാണ്. എനിക്ക് കറക്റ്റ് ആട്ടോ, ഭയങ്കര ലൂസൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ നേവി ബ്ലൂ ഷെയ്ഡ് വേറെ ലിങ്കിലാട്ടോ. ആഡ് ലിങ്കും ഞാൻ താഴെ കൊടുക്കാം. പിന്നെ ഞാൻ കാണിക്കുന്ന എല്ലാ ഔട്ട്ഫിറ്റുകളും സൈഡിലിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ഹൈറ്റ് വരുന്നത് 5.6 ഫീറ്റാണ്. അപ്പോൾ ലെങ്ത്തിൻ്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഇതാണ് പാൻസ്, പലാസോ ടൈപ്പാട്ടോ. ഈ ഒരു പലാസോ ആണെങ്കിൽ നമുക്ക് ചെറിയ ടോപ്സിൻ്റെ കൂടെയൊക്കെ സ്റ്റൈൽ ചെയ്യാവേ. 2 സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഏറ്റവും അടിയിൽ ലേസ് ഉണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ കുറച്ച് കയറിയിട്ടാട്ടോ കട്ടിങ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്കിലാട്ടോ എലാസ്റ്റിക്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ വെയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു കുർത്ത സെറ്റ് ഞാൻ പർച്ചേസ് ചെയ്ത് 919 റുപ്പീസിനാണ്. അടുത്തത് ഇൻഡോറേൻ്റെ ഈ ഒരു കോട്ട് സെറ്റാണ്. കുർത്ത ആൻഡ് പാൻറ്റിൻ്റെ സെറ്റാട്ടോ. നെക്കാണെങ്കിൽ ഇങ്ങനെ കുറച്ച് കയറിയിട്ടാണ്. ആം ഹോളാണെങ്കിൽ ഇവിടെ നിന്നാട്ടോ കുറച്ചിങ്ങനെ കയറിയിട്ടാണ് നിൽക്കുന്നത്. എലൈൻ മോഡലാണ്. നല്ല കോട്ടൺ മെറ്റീരിയലാട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ്. ഫ്ലോറൽ പ്രിൻ്റ് ആണ്. പിന്നെ അതിലിങ്ങനെ കുറച്ച് ഗ്ലിറ്ററൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. ആൻഡ് ബാക്കിലാണെങ്കിൽ ഇവിടെ ഹൂപ്പ് ആൻഡ് ബട്ടൺസ് ഉണ്ട്. ഇതാണ് പാൻസ്. ബാക്കിലാണ് എലാസ്റ്റിക് വരുന്നത്. നല്ല കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണെങ്കിൽ എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുറേ കുർത്ത സെറ്റുകൾ ഇൻഡോറെന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മീഡിയത്തിൽ വരുന്ന പാൻസ് ഞാൻ യൂഷ്വലി വേറെ ബ്രാൻഡ്സിൻ്റെ മീഡിയം സൈസിൽ വരുന്ന പാൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ വേസ്റ്റ് കുറച്ച് വലുതാട്ടോ. അപ്പോൾ കുറച്ച് ലൂസാണെങ്കിൽ ഇവിടെ ജസ്റ്റ് ഓൾട്ടർ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 949 റുപ്പീസ്. അടുത്തത് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ്. മൊത്തം ഇങ്ങനെ സ്ട്രൈപ്സ് ആട്ടോ. ഇതാണെങ്കിൽ ഞാൻ നോർമൽ കോട്ടൺ മെറ്റീരിയലാണെന്ന് വിചാരിച്ചിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഇതിൻ്റെ ഹെഡിങ്ങിൽ കോട്ടൺ എന്നാട്ടോ കൊടുത്തിട്ടുള്ളത്. പക്ഷേ താഴെ സ്പെസിഫിക്കേഷനിൽ വിസ്കസ് റയോൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ നോർമൽ കോട്ടൺ മെറ്റീരിയലാണെന്ന് വിചാരിച്ചിട്ട് പർച്ചേസ് ചെയ്തത്. പക്ഷേ ഇത് വിസ്കസ് റയോൺ ആട്ടോ. അപ്പോൾ കുറച്ചിങ്ങനെ ഒഴുകിക്കിടക്കുന്ന ടൈപ്പാണ്. സ്ട്രൈപ്ഡ് ആയിട്ടുള്ള വേറൊരു ഷർട്ടും കൂടെ അവൈലബിൾ ആട്ടോ. അത് കോട്ടൺ ആണോ ഈ ഒരു മെറ്റീരിയൽ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഹെഡിങ് രണ്ടിൻ്റെയും കോട്ടൺ ആണ്. പക്ഷേ മറ്റേ ഓപ്ഷൻ ഇല്ല. അതിൻ്റെ താഴെ സ്പെസിഫിക്കേഷനിൽ കോട്ടൺ എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ പർച്ചേസ് ചെയ്യാത്തതുകൊണ്ട് അറിയത്തില്ല ഏതാ മെറ്റീരിയലിന്. ഇതെന്തായാലും വിസ്കസ് റയോൺ ആണ്. ഓവർ സൈസിലായിട്ടുള്ള ഷർട്ടാട്ടോ അത്. ഇങ്ങനത്തെ പ്രിൻ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ആൻഡ് ഇതാണെങ്കിൽ ലൈറ്റ് കളർ ആയതുകൊണ്ട് ന്യൂഡ് കളർ ഇന്നവേഴ്സ് ആണ് ഇതിന് കുറച്ചുകൂടി സ്യൂട്ട് ആവുന്നത്. ഇത്രയുണ്ട് ലെങ്ത്ത്. ഞാൻ ക്ലോസപ്പ് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ. ഇതാണെങ്കിൽ ഹൈ സ്റ്റാർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഈ ഒരു ബ്രാൻഡിൽ നിന്ന് ഞാൻ മുന്നേ ഒരു വൈറ്റ് ഓവർ സൈസ്ഡ് ഷർട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നല്ല കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഷർട്ടായിരുന്നു. പ്ലെയിൻ കളറിൽ അവർക്ക് വേറെ കുറേ ഷർട്ടിൻ്റെ ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും താഴെ കൊടുക്കാം കേട്ടോ. ഞാനിവിടെ സ്കർട്ടിൻ്റെ കൂടെയാണ് സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ജീൻസിൻ്റെ കൂടെ അടിപൊളിയായിരിക്കും കേട്ടോ. പിന്നെ ഉള്ളിൽ വൈറ്റ് കളർ ക്രോപ്പ് ടോപ്പും പിന്നെ ഈ ഒരു ബട്ടൺസൊക്കെ ഓപ്പൺ ആക്കിയിട്ട് നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഈ ബട്ടൺസ് ആണെങ്കിൽ ഇടുമ്പം ഇവിടെ കണ്ടോ മേളിൽ ഒരു ലെയർ വരുന്നുണ്ട്. അപ്പോൾ ബട്ടൺസ് ഇട്ട് കഴിയുമ്പം ഈ ഒരു ലെയർ മേളിൽ വരുമല്ലോ. അപ്പോൾ ബട്ടൺസ് കാണത്തില്ല. ഈ ഒരു ഷർട്ട് ഞാൻ പർച്ചേസ് ചെയ്ത് 1045 റുപ്പീസിനാണ്. അടുത്തത് ഈ ഒരു ലേസ് മെറ്റീരിയൽ വരുന്ന ടോപ്പാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആമസോൺ ഹോൾ വീഡിയോയിൽ. അന്ന് ഞാൻ ബ്ലാക്ക് ആയിരുന്നു പർച്ചേസ് ചെയ്തത്. ഇപ്രാവശ്യം ഞാൻ വൈറ്റ് പർച്ചേസ് ചെയ്തു. ലോങ് സ്ലീവ്സ് ആണ്. ഈ ഒരു ലേസ് മെറ്റീരിയൽ എന്ന് പറയുമ്പം സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലേസ് മെറ്റീരിയലാണ്. ഇതുണ്ടോ, സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ലേസ് മെറ്റീരിയലാണ്. നെക്കാണെങ്കിൽ കുറച്ചിങ്ങനെ കയറി നിൽക്കുന്ന നെക്കാട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇതിന് മാച്ചായിട്ടുള്ള ഇന്നവേഴ്സ് വേണം യൂസ് ചെയ്യാൻ. ക്യാമിസോൾ ഉണ്ടാവുമല്ലോ, അത് പല കളേഴ്സിൽ അവൈലബിൾ ആവില്ല. വൈറ്റ് കളർ ഇതിൻ്റെ കൂടെ സ്യൂട്ടാവും. ഞാൻ യൂസ് ചെയ്ത വൈറ്റ് കളർ ക്യാമിസോളിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കേട്ടോ. പല ഡിസൈനിൽ വരുന്ന ക്യാമിസോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്ത എൻ്റെ യൂഷ്വൽ സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റാണ്.
ആൻഡ് ഇത് ഞാൻ മേടിച്ചത് 598 റുപ്പീസിനാണ്. അടുത്തത് സസഫ്രാസിൻ്റെ ഈ ഒരു ജോഗേഴ്സാണ്. സസഫ്രാസിന് നല്ല ജീൻസിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് സ്മോൾ ആട്ടോ. എൻ്റെ യൂഷ്വൽ സൈസിനേക്കാളും താഴെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ മുന്നേ സസഫ്രാസിൻ്റെ കുറച്ച് ജീൻസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സ്മോൾ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഞാൻ കുറേ ആയിട്ടോ ജീൻസൊക്കെ പർച്ചേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ മേടിച്ചതിൽ ഇതിന് എലാസ്റ്റിക് ഉള്ളതുകൊണ്ട് ഈ ഒരു സ്മോൾ സൈസ് കറക്റ്റാണ്. പക്ഷേ എലാസ്റ്റിക് ഇല്ലാത്ത ജീൻസ് ഇല്ല, അതെനിക്ക് ഭയങ്കര ടൈറ്റ് ആട്ടോ സ്മോള്. ഇവിടെ ആണെങ്കിൽ 2 പോക്കറ്റ്സ് വരുന്നുണ്ട്, ബാക്കിലും ഉണ്ട് പോക്കറ്റ്സ്, ആൻഡ് ഈ ഒരു സൈഡിലുണ്ട് കേട്ടോ ഒരു പോക്കറ്റ്. ഏറ്റവും അടിയിലാണെങ്കിൽ എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു പാൻസ് ഞാൻ പർച്ചേസ് ചെയ്തത് 859 റുപ്പീസിനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.